വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കാമോ സുഹൃത്തുക്കളെ? കേൾക്കുന്നുണ്ടോ? ഉസ്താദെ, ജസാക്കുമുല്ലാഹ്. വളരെ സന്തോഷമായ ഉസ്താദെ. ഈ വൽ മുഅല്ലഫത്തു എന്ന് പറഞ്ഞതിന് രണ്ട് ഷർത്ത് പറഞ്ഞല്ലോ ഉസ്താദെ. വൽ മുഅല്ലഫത്തു മൻ അസ്ലമ വ നിയ്യത്തുഹു ലഈഫ എന്നും ഔലുഹു ഷറഫുൻ എന്നും പറഞ്ഞല്ലോ ഉസ്താദെ. അപ്പോൾ എല്ലാ പുതു മുസ്ലിമിനും ഇത് സക്കാത്ത് നിർബന്ധമില്ല ഉസ്താദെ കൊടുക്കല്? ഇങ്ങനെ അവർക്ക് നിയ്യത്ത് ലൈഫ് ആണെങ്കിലോ മാത്രമാണോ? അല്ലെങ്കിൽ ഒരാള് പുതു മുസ്ലിമാണ്, പക്ഷെ അദ്ദേഹത്തിന് ഈ നിയ്യത്ത് ഇങ്ങനെ ലൈഫ് ഇല്ല, അവൻ ഉറച്ചൊരു മുസ്ലിമാണ് എങ്കിൽ അവന്റെ നിബന്ധന എന്താണ് ഉസ്താദെ? ഫക്കീറു മിസ്കീനിൽ ഉൾപ്പെടുത്തുകയാണോ, അല്ലെങ്കിലും എല്ലാ പുതു മുസ്ലിമിനും നിർബന്ധമുണ്ടോ എന്നതാണ് ഉസ്താദെ. അസ്സലാമു അലൈക്കും. അത് നേരത്തെ പറഞ്ഞപ്പോ തന്നെ തിരിഞ്ഞല്ലോ. ഫക്കീറോ മിസ്കീനോ ഒക്കെ ആണെങ്കിൽ ആ നിലക്ക് കൊടുക്കാം. മുഅല്ലഫത്ത് എന്ന നിലക്ക് ഈ രണ്ടാലൊരു വിഭാഗത്തിന് കൊടുക്കാൻ പാടുള്ളൂ. ഉജൂബല്ല, അത്രേ പാടുള്ളൂ. അല്ല ഞാൻ സക്കാത്ത് വിടൂല. എല്ലാ പുതു മുസ്ലിമിനും സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലില്ല. മനസ്സിലായില്ലേ? ഒന്നിരിക്കല് നിയ്യത്ത് ലൈഫായവന്റെ നിയ്യത്ത് ഖുവ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടും അതുവരെ. മറ്റൊന്ന് മല്ലഹു ഷറഫാണ്, അവന് കൊടുക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് ചില നഫ് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കൊടുക്കാം. അല്ലാത്തവർക്ക് കൊടുക്കണമെങ്കിൽ പിന്നെ സാധാരണ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും പോലെ ഫക്കീർ മിസ്കീൻ തുടങ്ങിയ വകുപ്പിലേ കൊടുക്കാൻ പറ്റുള്ളൂ. മുഅല്ലഫത്ത് എന്ന് പറഞ്ഞാൽ പുതു മുസ്ലിം എന്ന് അർത്ഥമില്ല. മനസ്സിലായില്ലേ? ഓക്കെ, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. കഴിഞ്ഞ ഒരു പാഠത്തിൽ ഉസ്താദെ വജാസ തൗക്കീലുൽ കാഫിരിൻ വസബിയിൻ ഫി ഇഅതാഇഹി ലിമുഅയ്യനിൻ എന്ന് കാണാം ഉസ്താദെ. ഇവിടെ കാഫിറിനും സബീക്കും കുട്ടിക്കും തൗക്കീല് ജായിസാണ് എന്നുള്ളത്. ഇവിടുത്തെ തൗക്കീല് എന്താണ് ഉസ്താദെ ഉദ്ദേശിക്കുന്നത്? അതായത് വിദേശത്തുള്ള ഒരാള് ഫോം വിളിച്ചിട്ട് ഒരു കുട്ടിയെ ഏൽപ്പിക്കാണ് എന്റെ സക്കാത്ത് നീ കൊടുത്ത് എന്നതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, പൊരയിൽ നിന്ന് ഉമ്മ ഫിത്ർ സക്കാത്ത് എടാ ഇത് ആ പൊരയിൽ കൊണ്ടുകൊടുത്തേ എന്ന തൗക്കീലാണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്? രണ്ട് വിധത്തിൽ ഒന്ന് കൊണ്ടു കൊടുത്തേക്ക് എന്ന് പറയുന്നതാണോ, അതും ഇതും ഒരു തൗക്കീൽ തന്നെ പെട്ടതാണ് ഉസ്താദെ? അസ്സലാമു അലൈക്കും. അതൊക്കെ ആ ദർസ് തന്നെ വിശദമായി പറഞ്ഞതല്ലേ അലൂരെ. ദർസ് നടത്തും അതൊന്നും പിന്നെ പറയാൻ ബാക്കിയാക്കലില്ല. അതൊക്കെ അപ്പൊ തന്നെ വിശദമായി ഉദാഹരണ സഹിതം പറഞ്ഞതാ. മുത്തലക്കായ തൗക്കീല് കുട്ടികളെയും പറ്റൂല, കാഫിറിനെയും പറ്റൂല. മുക്കല്ലഫും മുസ്ലിമും ആയ സക്കാത്ത് സംബന്ധമായ കാര്യങ്ങൾ അറിയുന്ന ആളുകളെ മാത്രമേ വക്കാലത്ത് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ആളെ നിർണയിച്ച് മുതല് ഏൽപ്പിച്ചിട്ട് ഇന്നാക്ക് കൊണ്ടേ കൊടുത്താളാ എന്ന് പറഞ്ഞാൽ അത് കുട്ടിയായാലും തമ്മീസുള്ള കുട്ടിയോ കാഫിറോ ആയാലും മതി. അത് ദർസ് നടത്തിയപ്പോ തന്നെ ഉദാഹരണ സഹിതമൊക്കെ വിശദമായി പറഞ്ഞതാണ്. അത് ആലൂരന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല, അതുകൊണ്ടാണ്. രണ്ട് സംശയങ്ങളുണ്ട്. ഒന്ന് ഇത് ചോദിച്ചുകൂടോ എന്നുള്ളത് അറിയില്ല. തിരുസക്കാത്തിന്റെ ക്ലാസ് കേട്ടിട്ടില്ല. ഏതായാലും നമുക്കറിയാം, പിന്നെ സക്കാത്ത് നമ്മൾ മാസം കാണുമ്പോൾ ഏത് നാട്ടിലാണോ ഉണ്ടാവുന്നത് ആ നാട്ടിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷെ നമ്മൾ ഈ വാങ്ങുന്ന വ്യക്തി ആ കൊടുക്കുന്ന വ്യക്തിയുടെ നാട്ടിൽ മാസം കാണുന്ന സമയത്ത് ഉണ്ടാവേണ്ടതുണ്ടോ എന്നാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ഫിത്ർ സക്കാത്ത് എൻ്റെ നാട്ടിൽ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫിത്ർ സക്കാത്ത് സ്വീകരിക്കുന്ന ആ വ്യക്തി മാസം കാണുന്ന സമയത്ത് ഞാൻ ആ കൊടുക്കുന്ന ആ നാട്ടിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മൈക്ക് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ആ വ്യക്തിന്റെ
വക്കീലോ ഉണ്ടായാൽ മതി. വ്യക്തി തന്നെ വേണമെന്നില്ല. വ്യക്തിക്ക് വേണ്ടി ഒരു വക്കീലുണ്ടെങ്കിൽ ആ വക്കീലിനെ ഏൽപ്പിച്ചാലും മതി. അല്ലെങ്കിൽ പിന്നെ കൊടുത്തയക്കൽ വരുമല്ലോ. സക്കാത്ത് കൊടുക്കുന്ന നാട്ടിൽ ഇല്ല, അയാളുടെ വക്കീലും ഇല്ലെങ്കിൽ പിന്നെ നക്കല് വരുമല്ലോ. നക്കല് പറ്റൂല എന്നല്ലേ ആ നാട്ടിൽ കൊടുക്കുമ്പം. ഒരു പക്ഷേ അപ്പം ഈ സക്കാത്ത് വാങ്ങുന്ന വ്യക്തി അല്ലെങ്കിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടി വാങ്ങാൻ വേണ്ടിയിട്ട് വക്കാലത്തുള്ള വ്യക്തി ഉണ്ടാവണം. വലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ചെറിയൊരു സംശയമാണ്. ഒരു ഉടമയല്ലാത്ത ഒരാള് നമുക്കൊരു സാധനം തന്നാല് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോ ഒരു കട കയറി ചെന്നു, അവിടെ അതിന്റെ ഓണർ ഇല്ല, അവിടുത്തെ ജോലിക്കാരനെ ഒരാൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനോ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്കത് ഹലാലാണോ അതോ സൂക്ഷ്മതക്ക് വേണ്ടി അതിന് കാശ് കൊടുത്ത ഒരു പക്ഷെ വാങ്ങില്ല, നിർബന്ധിച്ച് കാശ് കൊടുക്കലാണോ ഹൈറ്, അല്ലെങ്കിൽ അത് കുടിക്കാതിരിക്കലാണോ ഹൈറ്? ഒരു സംശയമാണ്. അസ്സലാമു അലൈക്കും. ഒറ്റവാക്കിൽ പറയാൻ പറ്റാത്തൊരു വിഷയമാണ്. ഒരു വീട്ടിൽ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ വരുന്ന അതിഥികൾക്ക് താൽക്കാലികമായ ഭക്ഷണം കൊടുക്കാൻ അനുവാദമുള്ള ഉടമക്കാരനാണ് എന്ന് അറിയുമെങ്കിൽ അവിടെ ഉടമക്കാരൻ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക്, ഉദാഹരണം ഒരു ഹോട്ടൽ അതല്ലെങ്കിൽ ഒരു ബകാല അല്ലെങ്കിൽ ഒരു വീട്, ആ വീട്ടിൽ ഏതൊരു അതിഥി കയറി വന്നാലും പ്രാഥമികമായ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പാനീയങ്ങൾ കൊടുക്കാൻ ആ വീട്ടുകാരൻ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളാണെന്ന് നമുക്കറിയാം എങ്കിൽ അവിടെ ഉടമയല്ലാതെ അവിടുത്തെ പണിക്കാരോ മറ്റോ കൊണ്ടുവന്ന് വന്നാൽ അത് വാങ്ങി നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷോപ്പിലോ ഹോട്ടലിലോ ഒക്കെ ചെന്നാൽ ആ ഹോട്ടലിന്റെ മുതലാളിയെ നമുക്കറിയാം, അയാള് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. സദക്ക ഇങ്ങനെ വരുന്ന ആളുകൾക്ക് ഭക്ഷണമോ മറ്റോ ഒക്കെ കൊടുക്കാൻ അയാൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ തൊഴിലാളികൾക്ക് അയാൾ സമ്മതം കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും വന്നാൽ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾ കൊടുത്തോളൂണ്ടി എങ്കിൽ നമുക്ക് അത് വാങ്ങി കഴിക്കാം. അതല്ലെങ്കിൽ അവർ പറഞ്ഞു ഇങ്ങനെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ മുതലാളിന്റെ സമ്മതമുണ്ട് അതുകൊണ്ടാണ് എന്ന്. ഇങ്ങനെ ഒരു പക്ഷെ നമുക്കറിയുകയോ അല്ലെങ്കിൽ ഈ തൊഴിലാളി പറയുകയോ ചെയ്തിട്ട് നമുക്ക് ജിള ഉണ്ടാകും എന്നുള്ള ലന്നുണ്ടായാൽ അത് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. അതേ സമയത്ത് ഇങ്ങനെ ഒരു ലന്ന് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കലാണ് സൂക്ഷ്മത. അല്ലാതെ യഖീൻ വേണം എന്നില്ല, ലന്നുണ്ടായാൽ മതി. ജിള ഭാവിക്കുക എന്നാണ് അതിന് പറയാ. ഈ ഉടമക്കാരന്റെ തൃപ്തി ഉണ്ടാവും എന്നുള്ള ലന്നുണ്ടെങ്കിൽ അത് വാങ്ങാവുന്നതും ഉപയോഗിക്കാവുന്നതും ആണ്. നേരത്തത് ബാക്കി സംശയമാണ്. അപ്പോ പിന്നെ ഈ ഗൾഫുകാരാകുന്ന ഭർത്താവ് ഗൾഫുള്ള വീട്ടുകാർക്ക് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്താല് അതെങ്ങനെ വീട്? കാരണം ഭർത്താവ് ഫിത്ർ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആൾ തന്നെയാണ്. കാരണം ഒരുപാട് കടങ്ങളൊക്കെ, അധിക പ്രവാസികൾക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ നിലയ്ക്ക് നമ്മള് അവരെ വീട്ടിൽ കൊണ്ടുകൊടുക്കും. പക്ഷെ ഈ വീട്ടിൽ കൊണ്ടുകൊടുക്കുമ്പോ ഈ ഭർത്താവ് മാസം കാണാൻ ഇവിടെ ഇല്ലല്ലോ. പിന്നെ ഈ ഭാര്യയാണെങ്കിൽ ഭാര്യ മക്കളൊക്കെ നമ്മുടെ ഭർത്താവിന് ചെലവ് കൊണ്ട് മതിയാകുന്ന പെണ്ണുങ്ങളുമാണ്. അപ്പോ പിന്നെ ഈ വീട്ടുകാർക്ക് കൊടുത്താല് നേരെ വക്കീലോ അല്ലെങ്കിൽ ആ വ്യക്തിയോ മാസം കാണാൻ ഇവിടെ ഉണ്ടാവണമെന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. അപ്പോ പിന്നെ അത് ആദ്യം വക്കാലത്ത് ആക്കേണ്ടി വരില്ലേ? അങ്ങനെ പല വക്കീൽ ഉണ്ടാവുക അവിടെ. അപ്പോ അവർക്ക് അത് വക്കാലത്താക്കിയിട്ടുമില്ല. അപ്പൊ നമ്മൾ അവിടെ കൊടുത്താൽ കൂടെ വ്യാപകമായിട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ശരിയാവുമല്ലേ എന്നുള്ളതാണ്. വക്കാലത്തുണ്ടായാ മതി, അതില്ലെങ്കിൽ പറ്റൂല. പറഞ്ഞേക്ക് ചെലവ് കൊടുക്കേണ്ട നിർബന്ധം ഭർത്താവിനാണല്ലോ. ഭാര്യക്കും മക്കൾക്കും ചെലവ് കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിനാണ്. അതുകൊണ്ട് ഭർത്താവിനാണ് ഇവിടെ ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ സക്കാത്ത് വാങ്ങാൻ അർഹത. അയാൾ പക്ഷേ തൽക്കാലം സ്ഥലത്തില്ല എങ്കിൽ അയാൾക്ക് വേണ്ടി സക്കാത്ത് വാങ്ങാൻ ഈ ഭാര്യയെയോ അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്തിയ മക്കളെയോ അയാൾ സമ്മതം കൊടുത്ത് വക്കാലത്താക്കിയിരുന്നു എങ്കിൽ അയാൾക്ക് വേണ്ടിയുള്ള സക്കാത്ത് അവരെ ഏൽപ്പിക്കാവുന്നതാണ്. അതില്ലെങ്കിൽ
അത് പറ്റൂല. മനസ്സിലായില്ലേ? ഭർത്താവിന്റെ ചെലവിൽ ജീവിക്കുന്ന ഭാര്യ ഫക്കീറോ മിസ്കീനോ അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായി സക്കാത്ത് വാങ്ങാൻ പാടില്ല. അതേസമയത്ത് വേറെ വകുപ്പ്, ഇപ്പൊ കടം കൊണ്ട് വലഞ്ഞവര് തുടങ്ങിയ വകുപ്പിൽ വേണമെങ്കിൽ ഒരു സ്ത്രീ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടെന്ന് വരും. ഫക്കീർ മിസ്കീന് എന്ന നിലക്ക് ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഫക്കീർ മിസ്കീന് എന്ന നിലക്ക് സക്കാത്ത് വാങ്ങാൻ കഴിയില്ല. ഭർത്താവ് കഴിവില്ലാത്ത ആളാണെങ്കിൽ ഭർത്താവിന് വാങ്ങാം. പക്ഷെ ഈ ഭർത്താവിന് വേണ്ടി കൊടുക്കുന്ന സക്കാത്ത് വാങ്ങാൻ ഭർത്താവിന് വേണ്ടി കബൂൽ ചെയ്യാൻ വേണ്ടി ഭാര്യയെ ഏൽപ്പിക്കാവുന്നതാണ്. അങ്ങനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാര്യന്റെ അടുക്കൽ സക്കാത്ത് കൊടുത്താൽ വീടും. വാങ്ങുന്നത് ഭാര്യയാണെങ്കിലും ഭർത്താവിന് വേണ്ടിയിട്ട് കൊടുക്കുക. അസ്സലാമു അലൈക്കും ഉസ്താദെ. ഒരു ഫറായിലുമായിട്ടുള്ള വിഷയമാണ്, വിഷയവുമായി ബന്ധപ്പെടൂല, അതുകൊണ്ടാണ് നേരം വയ്യ. ഒരു മയ്യത്തുണ്ട്, ഒരു ആൺകുട്ടി, ചെറിയ 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, ഒരു ഉമ്മയും ഭാര്യയും സഹോദരന്മാരുണ്ട്. അപ്പോൾ അതിന്റെ കണക്കെങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഉസ്താദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരൊക്കെയുള്ളത്? അന്ന് ഭാര്യയും ഉമ്മയും 2 മക്കളും, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും, പിന്നെ സഹോദരന്മാരും. അങ്ങനെയല്ലേ പറഞ്ഞ്? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയണം, അത്രയല്ലേ? ആരൊക്കെ? ഒരാള് മരിച്ചപ്പോ അയാളുടെ ഭാര്യ, 2 മക്കള്, ഒരാണും ഒരു പെണ്ണും, 2 മക്കള്, ഉമ്മ, സഹോദരന്മാർ. ഇങ്ങനെയാണല്ലോ. ഓക്കെ. ഇവിടെ ഉമ്മാക്ക് 6/1 അവകാശമുണ്ട്, ഭാര്യക്ക് 8/1 അവകാശമുണ്ട്. അപ്പൊ അവിടെ കണക്ക് 3 കൊണ്ട് 8 പെരുക്കിയിട്ട് 24 ആക്കുക സ്വത്താകെ. ആകെ സ്വത്ത് 24 ആക്കുക. ഈ 24ന്റെ 8/1 3 ഭാര്യക്ക് കൊടുത്തു. 6 അപ്പം ബാക്കി 21 ഉണ്ടാവും. 6/1 4 ഉമ്മാക്കും കൊടുത്തു. അപ്പോ 24ൽ 3 ഓരി ഭാര്യക്കും 4 ഓരി ഉമ്മാക്കും പോയി. അപ്പൊ 4 3 7 ഓരി കഴിഞ്ഞു. 7 ഓരി കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന മുതല് മൊത്തം, ഇനി എളുപ്പത്തിന് പറയാനാട്ടോ, നിങ്ങൾ പിന്നെ കൂട്ടിയഞ്ഞോ അതിന് കുറെ പണിയെടുക്കാണ്ട്, കൂട്ടാതെ എളുപ്പത്തിന് പറഞ്ഞാൽ ബാക്കിയുള്ളത് 3 ആക്കുക. ഈ 3ൽ 2 ഭാഗം ആൺകുട്ടിക്കും 1 ഭാഗം പെൺകുട്ടിക്കും കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ഫർളാവുന്ന 6/1 ഭാര്യയുടെ ഫർളാവുന്ന 8/1 കഴിച്ച് വരുന്ന സ്വത്ത് മുഴുവനും ആൺകുട്ടി ഉള്ളത് കൊണ്ട് ഈ മകനും മകൾക്കുമാകുന്നു. അപ്പോൾ ലീദക്കരി മിസ്റു ഹബ്ദുൽ ഉൻസയൈൻ എന്ന നിലക്ക് ആൺകുട്ടിക്ക് കൊടുക്കുന്നതിന്റെ പൗതി പെൺകുട്ടിക്ക് കൊടുക്കുക. അതോടുകൂടി മുതൽ കഴിഞ്ഞ് സഹോദരന്മാർക്ക് ഒന്നും അവകാശം ഇല്ല. ഓക്കെ. സുഹൃത്തിന്റെ ശബ്ദം
ഞാന് എന്റെ ബോക്സിന്റെ സൗണ്ട് ഉള്ളിടത്തോളം കൂട്ടിയിട്ടും നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലാകാൻ ശബ്ദം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇത് സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ കാണാം, ആളുകൾ ഇങ്ങനെ കണ്ടോ, പ്ലസ് കുറെ കൂട്ടിയിട്ട് എന്ന് ശബ്ദം കുറച്ചുകൂടി കൂട്ടാനാണ്. പിന്നെ ഞാൻ പച്ചയെ തന്നെ ഒച്ച കൂട്ടൂ, സൗണ്ട് ഇല്ല എന്നൊക്കെ എഴുതിയിരുന്നു. അപ്പൊ അതുകൊണ്ട് മൈക്കിന്റെ ശബ്ദം കുറച്ച് കൂട്ടിയിട്ട് രണ്ടാമത് എടുത്ത് ചോദിക്കാവുന്നതാണ്. നേരത്തെ ചോദിച്ചത് ഞാൻ കേട്ടിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ ഉസ്താദ്, ഒരു ഫിഖ് സംബന്ധമായിട്ടുള്ള ഒരു സംശയമുണ്ട്. ഇപ്പോ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. പേര് ഷുക്കൂർ, സ്ഥലം മലപ്പുറം അരീക്കോട് സ്വദേശി, അല്ലയിൽ ജോലി ചെയ്യുന്നു. ഹലോ, ചോദ്യം കേൾക്കുന്നില്ല? ഹലോ, ഓക്കെ. ചോദ്യേ, പിന്നെ ഇവിടെ പള്ളിയില് നിസ്കരിക്കുമ്പോ കൂടുതൽ ആളുകള് സ്വന്തം ഒറ്റക്ക് നിസ്കരിക്കുക, ജമാഅത്തല്ലാതെ നിസ്കരിക്കുന്ന സമയത്ത് മൂന്ന് മുഴം മുന്നില് ഒരു തൂണോ ചുമരോ ഒരു പിന്നെ എന്താ പറയാ ചെറിയ മുസാബുകൾ വെക്കുന്ന ചെറിയ സ്റ്റാൻഡോ അതുപോലെയുള്ള മരത്തിന്റെ എന്തെങ്കിലും തടി കഷ്ണങ്ങളോ ഒന്നും മറവൊന്നും വെക്കാതെ ഒരു മൈതാനത്ത് കയറി നിസ്കരിക്കുന്ന പോലെ പള്ളിന്റെ ഏറ്റവും അവസാനത്തെ സെഫ് വന്നിട്ട് യാ അല്ലാന്നും പറഞ്ഞാണ് നിസ്കരിക്കുക. അപ്പൊ അങ്ങനെയുള്ളവരെ ഇതിന്റെ ആ നിസ്കാരത്തിന്റെ ഇതെന്താണെന്ന് അതിന്റെ മുന്നിൽ കൂടെ നടക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ എത്ര അകലം വെച്ചിട്ട് നമ്മൾ മുന്നിൽ കൂടെ നടക്കേണ്ട അവസ്ഥ വരിക? നടക്കേണ്ട അവസ്ഥ വന്നാല് ആ നിസ്കരിക്കുന്ന ആളെ മുന്നിൽ മറവുകളോ ഒന്നുമില്ല, സെഫിന്റെ ലൈന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മൈക്കറിലി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ശബ്ദമൊക്കെ അല്ലോണ്ട്. നല്ല ചോദ്യമാണ്. സൊഫ് ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിലും ജമാഅത്താണെങ്കിലും 3 മുഴത്തേക്കാൾ അകലത്തിലല്ലാതെ മുന്നിൽ ഒരു മറയുണ്ടായിരിക്കൽ മുഅക്കദായ സുന്നത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പ്രേരിപ്പിച്ചതും മറയില്ലാതെ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ മൈതാനി പോലെ തുറന്ന സ്ഥലത്ത് നിൽക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയതും ആണ്. അങ്ങനെ നിന്നാൽ നിസ്കാരത്തിന്റെ പ്രതിഫലം കുറയും, കറാഹത്ത് സംഭവിക്കും, പ്രതിഫലം കുറയും. എന്നാൽ നിസ്കാരം സഹീഹാകും. ഇനി 3 മുഴത്തിൽ അകലത്തിലല്ലാതെ മേൽ പറഞ്ഞതുപോലെയുള്ള ഒരു മറ ഉണ്ടായി ആ മറയോടടുത്ത് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്നവന്റെയും ഈ മറയുടെയും ഇടയിലൂടെ നടന്നു പോകൽ ഹറാമാണ്. മുസല്ല പരിഗണിക്കില്ല ഉയരമുള്ളത് ഉള്ള സാഹചര്യത്തിൽ. ഉയരമുള്ള വസ്തുക്കളൊന്നും ഇല്ലെങ്കിൽ മാത്രമേ മുസല്ല പരിഗണിക്കൂ. ഉയരമുള്ളത് എന്ന് പറഞ്ഞാൽ തൂണ്, അതുപോലെ തന്നെ ചുമര്, നേരത്തെ പറഞ്ഞതുപോലെ മുസാഫ് വെക്കുന്ന തട്ടി, അതല്ലെങ്കിൽ സ്റ്റൂള്, കസാല പോലെയുള്ള ഉയരമുള്ളതൊന്നും ഇല്ലെങ്കിൽ മുസല്ല പരിഗണിക്കും. അതില്ലാത്തടത്ത് മുസല്ല മറയായിട്ട് പരിഗണിക്കുന്നതല്ല. ഏതായാലും ആട്ടെ, മുന്നിൽ ഇങ്ങനെ പറയപ്പെട്ട മറകൾ ഉണ്ടെങ്കിൽ 3 മുഴത്തേക്കാൾ അകലാതെ ആ മറയോടടുത്ത് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിലൂടെ നടന്നു പോകൽ ഹറാമാണ്. എന്നല്ല നടന്നു പോകുന്നവനെ തടയാം. ഇനി നേരെ മറിച്ച് ഇങ്ങനെ മറയില്ലാതെ അല്ലെങ്കിൽ 3 മുഴത്തേക്കാൾ അകലം ആ മറയിൽ നിന്നിട്ട് ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിലൂടെ നടന്നു പോകൽ കറാഹത്താണ്, എന്നാലും ഹറാമില്ല. പക്ഷേ അങ്ങനെ നടന്നു പോകുന്നതിനെ തടയാൻ ഈ വ്യക്തിക്ക് അധികാരമില്ല. മറ ഉണ്ടെങ്കിൽ മറന്റെയും ഇവന്റെയും ഇടയിൽ കൂടെ നടന്നു പോകുന്നവനെ തടയാൻ അധികാരമുണ്ട്, നടന്നു പോകൽ ഹറാമാണ്. മറ ഇല്ലാതെയാണ് നിസ്കരിക്കുന്നതെങ്കിൽ മുന്നിലൂടെ നടന്നു പോകുന്നതിനെ തടയാൻ അധികാരമില്ല, നടന്നു പോകൽ കറാഹത്താണ്. അപ്പോ മറയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കൽ മുഅക്കദായ സുന്നത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചതാണ്. മറയില്ലാത്ത സ്ഥലത്ത്
തുറന്ന സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുണ്ട്. അതുകൊണ്ട് അത് മുഅക്കദായ സുന്നത്താണ്. അതില്ലാതെ നിസ്കരിക്കൽ കറാഹത്തും നിസ്കാരത്തിന്റെ പ്രതിഫലം കുറക്കുന്നതും ആണ്. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദ്. വേറൊരു ചോദ്യമുണ്ട്. ഇതാ സമയല്ല, പെട്ടെന്ന് ചോദിക്കുക, പോവാ. ഹലോ, കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും. ഓക്കെ ഉസ്താദ്, പിന്നെ ഒരു ആളെ നമ്മൾ തുടർന്ന് നിസ്കരിക്കുക, ബാങ്ക് ഇഖാമത്തൊക്കെ നമ്മൾ കൊടുത്ത് വേറൊരാള് ഇമാമ് നിന്ന് അങ്ങനെ നഷ്ടപ്പെടുത്തില്ല. ഓക്കെ. അപ്പൊ നമ്മൾ ബാങ്ക് ഇഖാമത്തും കൊടുത്ത് വേറൊരാള് ഇമാമ് നിന്ന്, നമ്മളറിയില്ല, ഒരു അപരിചിതനാണ്. അപ്പൊ ആള് ഇതൊക്കെ എടുത്ത് വന്ന് നിസ്കരിക്കുന്ന ഇമാമായിട്ട് നിസ്കരിക്കുക, നമ്മള് മാമൂമ. നമ്മള് ആള് റുക്കൂക്ക് പോയി, നമ്മള് അല്ലാഹു അക്ബർ പറഞ്ഞ റുക്കൂക്ക് പോയി. പിന്നെ നമ്മള് ഇത്തിദാലിലെത്തിയപ്പോത്തിന് മൂപ്പര് രണ്ടാമത്തെ സുജൂദക്ക് എത്തീന്. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ എന്താണ്, അപാര സ്പീഡാ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഇമാമിന്റെ അല്ല ഈ ജമാഅത്തെ നിസ്കരിക്കുമ്പോ ഈ ഇമാമിൽ നിന്ന് വിട്ടുപിരിയുന്നു അങ്ങനെ എന്തെങ്കിലും നമ്മള് പറയണോ, അതല്ലെങ്കിൽ മനസ്സുകൊണ്ട് കരുതുക, അല്ലെങ്കിൽ എങ്ങനെ ഒരു പോംവഴി എന്താണ് നമ്മളെ നിസ്കാരം സഹിയാണ്? മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മൗമൂമിനെ സംബന്ധിച്ച് അതിസ്പീഡിൽ നിസ്കരിക്കാൻ പറ്റാത്ത പ്രകൃതിയുള്ള ആളാണ്. ഇമാമ് അതിസ്പീഡ് കൊണ്ട് മൗമൂമിന് ഇമാമിന്റെ കൂടെ എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ് എങ്കിൽ 3 ദീർഘമായ ഫർദ് വരെ പിന്താൻ അനുവാദമുണ്ടെങ്കിലും ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് മനസ്സുകൊണ്ട് മാത്രം കരുതി പിരിഞ്ഞു നിസ്കരിക്കാവുന്നതും ആണ്. നാവ് കൊണ്ട് പറയേണ്ട ആവശ്യമില്ല, മനസ്സിൽ കരുതിയാൽ മാത്രം മതി. എന്നാൽ അയാളെ തുടർന്ന് നിസ്കരിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ദീർഘമായ 3 ഫർദ് കൊണ്ട് പിന്താതെ പോയാൽ മതി. ദീർഘമായ ഫർദ് എന്ന് പറഞ്ഞാൽ റുക്കൂഅ്, സുജൂദ്, രണ്ടാമത്തെ സുജൂദ്, ഇതാണ് ദീർഘമായ 3 ഫർദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവൻ റുക്കൂയിലേക്ക് എത്തുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഓത്ത് കഴിഞ്ഞ് റുക്കൂയിലെത്തിയപ്പോക്ക് മറ്റേയാളെ റുക്കൂവും കഴിഞ്ഞു, ഏത്തിദാലും കഴിഞ്ഞു, 1-ാം സുജൂദും കഴിഞ്ഞു, 2-ാം സുജൂദിലേക്ക് എത്തി. എന്നാൽ ഉടനെ റുക്കൂയിലേക്ക് എത്താൻ ഇപ്പോഴും കഴിയില്ലെങ്കിൽ അവിടെ വേഗം ഇമാമിനെ വിട്ടുപിരിയലാണ് നല്ലത്. ഇങ്ങനെ വിട്ടുപിരിയേണ്ട അവസ്ഥ വന്നാൽ നാവ് കൊണ്ട് പറയേണ്ട യാതൊരു ആവശ്യമില്ല, മനസ്സുകൊണ്ട് മാത്രം കരുതിയാൽ മതി. ഈ ഇമാമിനെ ഞാൻ വിട്ടുപിരിയുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. എന്നിട്ട് നമുക്ക് സ്വന്തം നിസ്കരിക്കാവുന്നതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഓക്കെ ഉസ്താദേ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? പിന്നെ വേറൊരു സംശയം എന്താന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ റൂമിന്റെ കുറച്ചപ്പുറത്ത് ഒരു 10 മിനിറ്റ് നടന്നാല് പള്ളിയുണ്ട്. അവിടുന്ന് ബാങ്ക് കേട്ട് നമ്മൾ റൂമിലാണ്. അപ്പൊ റൂമിൽ നിന്ന് നമ്മള് ഇക്കാമത്ത് കൊടുത്ത് ബാങ്ക് ഇക്കാമത്തും കൊടുത്താണ്ട് നിസ്കരിച്ചാല് ആ നിസ്കാരം സഹിയാവോ? പള്ളി പോലെ നിർബന്ധാണോ? പിന്നെ ഡ്യൂട്ടി സംബന്ധമായിട്ടാണല്ലോ നമ്മൾ ഇവിടെ എല്ലാവരും തിരക്കിലാണ് പ്രവാസികൾ, അതുകൊണ്ട് പ്രത്യേക സ്ഥലോട് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ സാഹചര്യത്തിൽ പള്ളി പോവാതെ റൂമിൽ നിസ്കരിക്കുന്നതിന്റെ നിസ്കാരത്തിന്റെ വിധി എന്താണ് എന്നുള്ളത്. നമ്മൾ ബാങ്ക് ഇക്കാമത്തും കൊടുത്താണ്ട് റൂമിലാണ്. പിന്നെ ചില ആണുങ്ങള് ഇക്കാമത്ത് മാത്രം കൊടുത്താണ്ട് നിസ്കരിക്കും. അപ്പൊ അതിന്റെയും കൂടി ഒരു മസാല പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ്. വലൈക്കും അസ്സലാം. പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കൽ മുഅക്കദായ സുന്നത്തും അത് ഉപേക്ഷിക്കൽ കറാഹത്തുമാണ് ഉദ്റില്ലെങ്കിൽ. ഉദ്റുണ്ടെങ്കിൽ ജമാഅത്തിന് പോയില്ലെങ്കിൽ കുറ്റക്കാരനാവുന്നതല്ല. ജമാഅത്ത് ഫർളൈനാണ് എന്നോ വാദം ഷാഫി മദ്ഹബിലില്ല. മുഅക്കദായ സുന്നത്താണെന്നും അല്ല ഫർദ് കിഫായി ആണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ആട്ടെ, റൂമിൽ ജോലി സംബന്ധമായ അസൗകര്യം കൊണ്ട് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കാൻ സൗകര്യപ്പെടാത്തതിന്റെ പേരിൽ റൂമിൽ വെച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് കുറ്റക്കാരാവുകയില്ല. സൗകര്യപ്പെടുമെങ്കിൽ പള്ളിയിൽ പോലാണ് നല്ലത് എന്ന് പറയേണ്ട ആവശ്യവുമില്ല. അങ്ങനെ നിസ്കരിക്കുന്ന സാഹചര്യത്തിൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടിട്ടുണ്ടെങ്കിലും ബാങ്കും ഇഖാമത്തും വിളിച്ച് നിസ്കരിക്കലാണ് സുന്നത്ത്. ഇഖാമത്ത് മാത്രം കൊടുത്ത് നിസ്കരിക്കലല്ല, ബാങ്കും ഇഖാമത്തും വിളിച്ച് നിസ്കരിക്കലാണ് സുന്നത്ത്. ഓക്കെ.
അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഞാൻ മുമ്പും ചോദിച്ചിരുന്നു, ഇത് ഞാനുള്ളത് ഇപ്പൊ ചെന്നൈയിലാണ് ഉസ്താദ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോ. അപ്പോ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാല്, ഞാൻ ഓഫീസിൽ ഉള്ള സമയങ്ങളിൽ നമ്മൾ നിസ്കാരം, ഞാൻ കൂടുതലും നൈറ്റ് ഷിഫ്റ്റ് ഉള്ള സമയങ്ങളിൽ എനിക്ക് മഗ്‌രിബും ഇശാവും നമ്മൾ ഓഫീസിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. മിക്കവാറും നിസ്കരിക്കേണ്ടി വരും. അപ്പൊ ജമാഅത്തായിട്ടാണ് ഞങ്ങൾ ഒരു സംഘമായിട്ടാണ് നിസ്കരിക്കുക. അപ്പൊ ഇത് നമ്മളെ മലയാളികളല്ലാത്ത ഒരുപാട് തമിഴന്മാരായ ആളുകളും അതേപോലെ തന്നെ ഈ ഉറുദു അറിയുന്ന, അപ്പൊ അവര് ചിലപ്പോ ഹനഫി മദ്ഹബോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു ഷാഫി തന്നെ ആയിരിക്കാം. അപ്പൊ മിക്കവാറും ഞാൻ ഇമാമത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കലുണ്ട്. അപ്പൊ എനിക്ക് അതൊരു പ്രശ്നമില്ല. പക്ഷെ ഈ ചില സമയങ്ങളിൽ നമ്മളിപ്പോ എത്താൻ പറ്റാത്ത സമയങ്ങളിൽ നമ്മൾ ഓരോട് പറയും നിങ്ങൾ തുടങ്ങിക്കോ നമ്മൾ നിസ്കരിക്കാന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവർ നിസ്കരിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അവര് ഫാത്തിഹ ഓതാത്ത രീതിയിൽ, ഫാത്തിഹയിൽ ബിസ്മി ഓതാത്ത രീതിയിൽ ഓതുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നത് അവർ ഫാത്തിഹയിൽ ബിസ്മി ഓതുന്നില്ല എന്ന് തന്നെ. പക്ഷെ അവർ നിസ്കരിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിസ്കരിക്കാൻ അവർ തുടങ്ങുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ നമ്മൾ അവരെ തുടർന്ന് നിസ്കരിക്കുന്നത്, അത് നമ്മൾ തുടർന്ന് നിസ്കരിക്കണോ, അതല്ലെങ്കിൽ ഞാൻ ഉസ്താദിന്റെ മുമ്പുള്ള ക്ലാസ്സുകളിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്, അപ്പൊ നമ്മൾ തനിയെ നിസ്കരിക്കണം, അവരെ കൂടെ നമ്മൾ ജമാഅത്തല്ലാതെ നിസ്കരിക്കുമ്പോൾ ആ ആളുകൾ നമ്മളെ തുടരുന്ന അതേ ആളുകൾ നമ്മൾ അവരെ തുടരാതെ നിസ്കരിക്കുമ്പോൾ അവർക്കതൊരു നമുക്ക് ഒരു ഓഫീസിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ നിസ്കരിക്കുന്നതിന് എന്തെങ്കിലും മസാല ഉണ്ടോ എന്ന് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദിനോട് ചോദിക്കുന്നത്. ഉസ്താദിന് ചോദ്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ വിശദമായി പറയാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും. നല്ലോ മനസ്സിലായിരുന്നു, ഒരു കുഴപ്പമില്ല. അതായത് ഹനഫി മദ്ഹബുകാരാണ് മിക്കവാറും വടക്കേ ഇന്ത്യക്കാരധികം ഉണ്ടാകുക. അങ്ങനെയുള്ളവരായാലും അവരെ തുടർന്ന് നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഷാഫികളായിക്കൊണ്ട് തന്നെ തുടർന്ന് നിസ്കരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഷർത്തുണ്ട്, അവര് ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതില് തുടരാൻ പാടില്ല. ഇല്ലാത്തോടത്തോളം, ബിസ്മി ചൊല്ലിയിട്ടില്ല എന്ന് ഉറപ്പില്ലാത്തോടത്തോളം, ബിസ്മി ഓതിന്ന് നമുക്ക് ഉറപ്പാകേണ്ട ആവശ്യമില്ല. ബിസ്മി ഓതിയിട്ടില്ലെന്ന് ഉറപ്പാകാത്തോടത്തോളം, അതുപോലെ തന്നെ ഒതു എടുത്തതിന് ശേഷം ഗുഹ്യസ്ഥാനം തൊട്ടു എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അപ്പം തുടരാൻ പാടില്ല. അതില്ലാതെ ഗുഹ്യസ്ഥാനം തൊട്ടു തൊടാൻ സാധ്യത ഉണ്ട്, ഇല്ലാതെ കാരണം അതുകൊണ്ട് ഒലുകൂറിയില്ലാന്ന ഓരോ മദ്ഹബ്. പക്ഷെ എന്നാലും അയാൾ ഉദു എടുത്തതിന് ശേഷം ഗുഹ്യസ്ഥാനം തൊട്ടതായി നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ബിസ്മി ഓതിയിട്ടുണ്ടാവാം, പതുക്കെ അഴുത് ഓതിയല്ലോ, ആ കൂട്ടത്തിൽ ബിസ്മി ഓതിയിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ അവരെ തുടർന്ന് നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ ഒരാള് തക്ബീർ കെട്ടി അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതി, അത് നമ്മൾ ബോധ്യപ്പെട്ടു, എന്നാൽ ഇപ്പോൾ അയാൾ ബിസ്മി ചൊല്ലിയിട്ടില്ല എന്നുള്ള ഉറപ്പാണ്, ആ നിസ്കാരത്തിൽ തുടരാൻ പാടില്ല. അത്രയേ ഉള്ളൂ. അപ്പോ നിസ്കാരം സഹിയാകാൻ ബാത്തിലാവുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിൽ നിന്ന് വന്നു എന്ന് നമുക്ക് എപ്പോഴാണോ ബോധ്യപ്പെട്ടത്, ആ നിസ്കാരത്തിൽ മാത്രം തുടരാൻ പാടില്ല. അല്ലാതെ ഹനഫികളായ ആളാണെങ്കിലും ബിസ്മി ചൊല്ലൽ സുന്നത്താണെന്നുണ്ട്, ആ അടിസ്ഥാനത്തിൽ അവരും ബിസ്മി ഓതിയിട്ടുണ്ടാവും എന്ന് ധരിക്കുക, എന്നിട്ട് തുടരാവുന്നതാണ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? സൗണ്ട് ഉണ്ടോ? ഓക്കെ. ഉസ്താദ്, ഇവിടെ പള്ളിയില് ഖുനൂത്തില്ല. അപ്പൊ നമ്മള് രാവിലെ സുബഹി നിസ്കരിക്കാൻ പോകുമ്പോ ഖുനൂത്ത് കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഓക്കെ. പള്ളിയില് ജമാഅത്തിന് കൂടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പള്ളിയിൽ ഖുനൂത്തില്ല. അതുകൊണ്ട് പള്ളിയിൽ പോവാതെ റൂമിൽ നിന്ന് തന്നെ നിസ്കരിക്കല്. അപ്പൊ ജമാഅത്ത് നമുക്ക് ഇപ്പൊ ഡ്യൂട്ടി ഒന്നും ഇല്ല. ഡ്യൂട്ടി ഉച്ചക്ക് 2 മണിക്കാണ്. അപ്പൊ രാത്രി 12 മണിക്കാ കഴിയാം. അപ്പൊ സുബഹി വരെ എന്തെങ്കിലുമൊക്കെ വാലൊക്കെ കേട്ടുത്തിരുന്നാണ്ട് പിന്നെ സുബഹി നിസ്കാരത്തിന് പോകുമ്പോ അവിടെ ഖുനൂത്തില്ല. അപ്പൊ ആ ഇല്ലാത്ത കാരണം കൊണ്ട് ജമാഅത്ത് ഉപേക്ഷിച്ചാൽ അതിൽ കുറ്റം കിട്ടുമോ? ഖുനൂത്തില്ലാത്ത ഒരു അവസ്ഥയിലാവുമ്പോ നമ്മൾ ഷാഫി മദ്ഹബാവുമ്പോ അതിൽ തുടരുന്നോ വേണ്ട എന്നുള്ളൊരു ഷക്ക് ഉണ്ട്. അതുകൊണ്ട് മൈക്കിൽ വന്നത്. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ്. ൂത്തില്ല എന്നതുകൊണ്ട് തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് വഹാബികളായത് കൊണ്ടല്ല,
ഒരു പക്ഷേ ഹംബലി മദ്ഹബുകാരായിരിക്കാം. സൗദി അറേബ്യയിലൊക്കെ കുറെ അധികവും ഹംബലി മദ്ഹബുകാരാണ്. അവർ വിത്തറിലാണ് കുനൂത്ത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാളെയെങ്കിലും കുനൂത്ത് ഓതുന്ന ഷാഫിയെ കിട്ടുമെങ്കിൽ അവരുമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുക. അതല്ലെങ്കിൽ ഈ ജമാഅത്തിൽ തന്നെ കൂടുകയും ചെറിയ കുനൂത്ത് ഓതി ഇമാം ഒന്നാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് സുജൂദിലെത്തുകയും ചെയ്താൽ കുനൂത്ത് ഓതിയ കൂലിയും കിട്ടും, ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്യാം. അതിനിപ്പോ നമ്മൾ അല്ലാഹു മഹ്ദിനി ഫീമൻ ഹദൈത്ത് എന്ന് തന്നെ ഓതിക്കൊള്ളണം എന്നില്ല. ഇത്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു എന്ന് തുടങ്ങുന്ന തസ്ബീഹ് ദിക്ർ ചൊല്ലിയതിന്റെ ശേഷം ഒന്നിരിക്കൽ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തുൻ വഫിൽ ആഖിറതി ഹസനത്തുൻ വഖിനാ അദാബന്നാർ എന്നോ അല്ലെങ്കിൽ റബ്ബിഗ്ഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ എന്നോ ഉള്ള ഖുനൂത്ത് ഓതി വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന സ്വലാത്തും സലാമും ചൊല്ലിയിട്ട് നേരെ സുജൂദ് പോയി ഇമാം സുജൂദ് എന്തായാലും എത്തിയാൽ ഖുനൂത്ത് ഓതി തന്നെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. ഒരാളെ എങ്കിലും ഷാഫി മദ്ഹബുകാരനായി കിട്ടും റൂമെന്നെങ്കിലും. അങ്ങനെ ജമാഅത്തായി ഖുനൂത്ത് ഓതി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അതിഞ്ഞ് റൂമിലായാലും ആരും കിട്ടാനില്ല, എന്നാൽ ആ ജമാഅത്തിൽ പങ്കെടുക്കുകയും വേഗം ചെറിയ ഖുനൂത്ത് ഓതി ഇമാം ഒന്നാമത്തെ സുജൂദിൽ നിന്നിട്ട് തല ഉയർത്തുന്നതിന് മുമ്പ് നമ്മൾ സുജൂദിലെത്തുകയും ചെയ്തുകൊണ്ട് ആ ജമാഅത്തിൽ പങ്കെടുത്ത് ഖുനൂത്ത് ഓതി നിസ്കരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഓക്കെ. ഓക്കെ, വേറൊരു ചോദ്യമുണ്ട് ഉസ്താദേ. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ നമ്മള് താടിയില്ലാത്ത മാമൂമിയങ്ങള് അല്ല താടിയുള്ള മാമൂമിയങ്ങള് അല്ല ഇങ്ങനെ താടിയുള്ള ആള് താടിയില്ലാത്ത ആളെ തുടർന്ന് നിസ്കരിക്കുമ്പോ ആ ജമാഅത്തിന്റെ പ്രതിഫലം എങ്ങനെയാണെന്ന് വിസ്തരിച്ചാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. മൈക്ക് റിലീസ്. മൗമൂന് താടിയുണ്ട്, ഇമാമിന് താടിയില്ല, അങ്ങനെ ആവുമ്പോ തുടരാൻ പറ്റുക എന്നുള്ളതാണ്. സ്ഥിരമായി താടി പഠിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ഹറാമ് വരും, അതല്ലെങ്കിൽ തഹരീമന്റെ കറാത്ത് വരും. പതിവായി ഹറാമ് അല്ലെങ്കിൽ തഹരീമന്റെ കറാഹത്ത് ചെയ്യുന്ന ആള് ധാരാളം സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുന്ന ആളാണെങ്കിൽ അതുകൊണ്ട് ആള് ഫാസിഖൊന്നും ആവൂല. അല്ല, അത്രത്തോനെ സ്വാലിഹായ അമലുകളൊന്നും വർദ്ധിപ്പിക്കുന്ന ആളല്ല, ഒരു സാധാരണക്കാരനാണ്. പതിവായി താടി വടിക്കുന്ന ആളും ആണെങ്കിൽ ആള് ഫാസിഖാവും. അങ്ങനെ വന്നാൽ ഫാസിഖിനെ തുടരൽ കറാഹത്താണ് എന്നാണ് വിധി. നിസ്കാരം സഹിയാവും, ജമാഅത്തിന്റെ ഫളീലത്ത് നഷ്ടപ്പെടും. മനസ്സിലായില്ലേ? താടിയുള്ള ആള് താടിയില്ലാത്ത ആളെ തുടർന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. അതോടുകൂടി താടി വടിച്ചണെങ്കിൽ പോലും ധാരാളം സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിക്കുന്ന ആളാണെങ്കിൽ അതുകൊണ്ട് ഫാസിഖാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ തുടരാം, ജമാഅത്തിന്റെ കൂലി കിട്ടും. അല്ല, അത്രത്തോനെ സ്വാലിഹായ അമലൊന്നും ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണ്, അതോടുകൂടി അയാൾ താടി സ്ഥിരമായിട്ട് പഠിക്കുന്ന ആളുമാണ്, എന്നാൽ അയാൾ ഫാസിഖിന്റെ പട്ടികയിൽ വരും. ഫാസിഖിനെ തുടർന്നാൽ നിസ്കാരം സഹിയാകും, ജമാഅത്തിന്റെ ഫളീലത്ത് കിട്ടുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂ ഹിഷാം കേൾക്കുന്നുണ്ടോ? ഹിഷാം കേൾക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ കുറെ നേരം കൈ കുത്തി നിൽക്കുന്നു, ആരും മൈക്കെടുക്കുന്നില്ല. ഹിഷാം കേൾക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്റെ സംശയം ക്ലിയർ ആണോ? ക്ലിയർ ഉണ്ടോ? കേൾക്കുന്നുണ്ടെങ്കിൽ സ്വാത്ത് ടെസ്റ്റ് എടുക്കുക. ക്ലിയർ ആണെങ്കിൽ മാത്രം അതിന്റെ ഇതാണ് പിന്നെ ബാബ മൈക്കിന് എന്തോ ഒച്ചക്കണ്ട്, എന്തോ ഒരു ക്ലിയർ കുറവുണ്ട്. ഒരു ബൂന്ന് അറിയുന്ന ശബ്ദം കൂട്ടത്തിൽ വരുന്നുണ്ട്. അതെന്താന്ന് അറിയില്ല. ശബ്ദമില്ല, ക്ലിയർ കുറവാ. അത് ഞാൻ ഉപയോഗിക്കുന്നത് മൊബൈലിന്റെ പിന്നാണ്, അതുകൊണ്ടാണ് സംഭവം. പിന്നല്ല, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ സംശയങ്ങൾ വന്നത് ക്ലിയർ ആണ്. സംഭവം കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ എന്ത് ചെയ്യാം, പരിശോധിക്കാം. വൈഫ്, അതായത് ഇപ്പം എൻ്റെ വൈഫിന് എൻ്റെ പേരിലേക്ക് പറയാൻ പാടില്ല. അതിനകത്ത് വാപ്പയിലേക്ക് ചേർത്താണ് പറയുന്നത്. അങ്ങനെ പറയുന്നവരെ അള്ളാഹുവിലേക്ക് ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ഹദീസിന്റെ അങ്ങനെ ഹദീസുണ്ടോ? അങ്ങനെ ഭാര്യമാരെ വാപ്പയിലേക്കാണ് ഭർത്താവിലേക്ക് ചേർക്കാൻ പാടില്ല
ഇത്ര വിശദീകരണം ചെയ്യണമെന്നില്ല. മനസ്സിലാണ് ഞങ്ങളോപ്പാ ശബ്ദം വല്ലാതെ ബൂന്നുള്ള ശബ്ദം വല്ലാതെ മുഴങ്ങാണ്. സംസാരം ഒച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് അറിയില്ല, അക്ഷരങ്ങളൊന്നും വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഞാൻ ചോദിക്കുന്നത് ഇതേപോലെ ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ പിന്നെ ആളുകൾ അഥവാ ഈ ഹനഫി മദ്ഹബുമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകള് ഈ ചെന്നൈയിലെ ഈ ഭാഗത്തുള്ള ആളുകള് തുടരുന്ന നിസ്കാരം അവർ ഒതു എടുക്കുമ്പോൾ കാല് കഴുകുന്നതിന് പകരം അവർ സോക്സിന്റെ മേലെ തടവുന്നത് ആയിട്ട് കാണുന്നുണ്ട്. അത് അവരങ്ങനെ അത് ഉസ്താദിന്റെ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, സോക്സിന്റെ മേലെ തടവുന്നത് ഒതു സഹി ആവൂല എന്നുള്ളത്. അപ്പോ ഈ അടിസ്ഥാനത്തില് ഇവരെ നമുക്ക് പിന്തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഇവർക്ക് ഹനഫി മദ്ഹബ് പ്രകാരം ഇവർക്ക് സോക്സിന്റെ മേലെ തടവാം എന്നുള്ള എന്തെങ്കിലും രീതിയിൽ ഒരു ഇതുണ്ടോ, ഇളവുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ്. ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഹനഫി മദ്ഹബാണെങ്കിലും സോക്സ് തടകാൻ മദ്ഹബിൽ ന്യായമൊന്നുമില്ല. അതൊക്കെ പുതിയ കാലത്തുള്ള വഹാബികൾ ഉണ്ടാക്കിയ പുതിയ ഇസ്ലാമാണ്. അതേ സമയത്ത് ഹുഫ തടകാൻ വകുപ്പുണ്ട്. ഹുഫ എന്ന് പറയുന്നത് ബൂട്ട് ആണ്. പട്ടാളക്കാര് പോലെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ബൂട്ടിനാണ് ഹുഫ എന്ന് പറയുക. അത് തടകാൻ 4 മദ്ഹബിലും അനുവാദമുണ്ട്. ചില വിശദാംശങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും, എന്നാൽ ഹുഫ തടകുന്നതിന് പകരം സോക്സിന് സുറാബ് എന്നോ ജൗറബ് എന്നൊക്കെയാണ് പറയാ. ജവാരിബ്, ഷവാരിബ്. ഈ ഷുറാബ് അല്ലെങ്കിൽ ജൗറബ് എന്ന് പറയുന്ന സോക്സ് തടയാൻ ഏത് മദ്ഹബിനും ഒപ്പില്ല. മനസ്സിലായില്ലേ? അത് വേണമെങ്കിൽ കാലിൽ വെള്ളമൊഴിച്ചാൽ കാല് നനയാത്ത നിലക്ക് ബലവത്തായതും ചെരുപ്പോ ഷൂവോ കൂടാതെ സ്വന്തമായി ആവശ്യങ്ങൾക്ക് അത് മാത്രം ധരിച്ച് നടക്കാൻ പറ്റുന്നതും ആയിരിക്കണം. അങ്ങനെയുള്ള സോക്സ് ഇല്ലാത്തത് കൊണ്ട് സോക്സ് തടകിക്കൊണ്ടുള്ള നിസ്കാരം 4 മദ്ഹബിലും സഹീഹല്ല. ആധുനിക വഹാബികളും മൗദൂദികളും ഉണ്ടാക്കിയ പുതിയ ഇസ്ലാമിൽ മാത്രമേ അത് അനുവദനീയമാവുകയുള്ളൂ. അങ്ങനെ ഒരാള് സോക്സിന്റെ മുകളിൽ തടകിയതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളെ തുടർന്നാൽ നിസ്കാരം സഹീഹാവുകയില്ല. കുഴങ്ങിയതല്ലോ 2-3 തങ്ങന്മാരെടുത്തോണ്ട് പിന്നെ അത് പറയാൻ കഴിയില്ല. കാരണം കദ്യമ കുറേശ്ശെ എന്നല്ലേ. ചോദ്യം കൂടി ഉള്ളത് സക്കാത്ത് സംബന്ധമായ ഇപ്പൊ നമ്മളെ ഈ മലപ്പുറം, പാണക്കാട് ഇങ്ങനെ ഈ ഏരിയകളിലൊക്കെ ഉണ്ട്. ഈ മാസം കണ്ടു കഴിഞ്ഞാല് സ്ത്രീകൾ ഒരു ചാക്ക് എടുത്തിട്ട്, സക്കാത്തിന്റെ അവകാശികൾ തന്നെയാണ്, ചാക്ക് എടുത്തിട്ട് അവര് ഇങ്ങനെ ഓരോ വീടാന്തരം ഇറങ്ങിയിട്ട് സക്കാത്ത് വാങ്ങിക്കൊണ്ടുവന്ന പരിപാടി ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഈ സ്ത്രീകള് ഭർത്താവിന്റെ ചെലവ് കൊണ്ട് മതിയാവുന്ന സ്ത്രീകളുണ്ട്, അല്ലാത്തവരും ഉണ്ടാവും. അപ്പൊ മതിയാവുന്ന സ്ത്രീകളാണെങ്കിൽ അവരിങ്ങനെ വീടാന്തരം ഇങ്ങനെ പിന്നെ വരുമ്പോ അവർക്ക് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇതെങ്ങനെ ഈ കൊടുക്കല് കൂടുക? കാരണം എന്താ വെച്ചാല് ഇവർക്ക് വക്കാലത്ത് എന്റെ ഭർത്താവിന് കൊടുത്താണ്ടിന്ന് ആ നിലക്ക് പറഞ്ഞാടൊന്നല്ല കൊടുത്തത്, അവരുടെ വരുമ്പോ എടുത്താണ് കൊടുക്കാണ്. ഒന്നൊരു വക്കാലത്തൊന്നും ഇല്ലാതെ എടുത്ത് കൊടുക്കാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു പിന്നെ പതിവ് ഇവിടൊക്കെ ഉണ്ട്, വ്യാപകമായിട്ട് തന്നെ ഇവിടൊക്കെ ഉള്ള ഇതാണ്. അപ്പൊ അത് പറ്റൂലെങ്കിൽ ഉസ്താദിനെ പറ്റി പറഞ്ഞാൽ ഇത്രയും ആൾക്കാർക്ക് ഈ ജില്ല ആൾക്കാരുണ്ടല്ലോ, അവർക്ക് തിരുത്താനൊരു കാരണമാകും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഞങ്ങളെ നാട്ടിലൊന്നും ഇപ്പൊ ഒന്നുമില്ല. ഇവിടെയൊക്കെ ബാക്കി ഉണ്ടായിക്കും. ഫിത്ർ സക്കാത്ത് ആയാലും മുതലിന്റെ സക്കാത്ത് ആയാലും അത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരുടെ അവകാശമാണ്. അത് സക്കാത്ത് ഫർദുള്ള ആളുകൾ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. മറിച്ച് സക്കാത്തിന്റെ അവകാശികൾ വന്നാൽ അവർക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ
ഭർത്താവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഭാര്യമാര് അവർക്ക് സക്കാത്ത് കൊടുത്താൽ സക്കാത്ത് വീടുന്നതല്ല. ഭർത്താവിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ വക്കാലത്തുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ കൊടുത്താൽ സക്കാത്ത് വീടുകയില്ല. അതേസമയത്ത് ഭർത്താവില്ലാത്തൊരു പെണ്ണാണ്, ബാപ്പയില്ല, അങ്ങനെ അധ്വാനിച്ചും മറ്റുമൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധുവാണ്. അപ്പോ മറ്റൊരാള് ഫർദായ ചെലവ് കിട്ടാൻ അവസ്ഥ ഇല്ലാത്ത ആളാണ്, അതോടുകൂടി ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കാം. അല്ലാതെ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ഒരാളുടെ ചെലവ് സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് സ്വന്തമായി സക്കാത്ത് കൊടുക്കാൻ ഏതായാലും പാടില്ല. ഭർത്താവിന് കൊടുക്കുന്നത് അവരെ വക്കാലത്താക്കിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് കൊടുക്കുന്നത് അവരെ ഏൽപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സമയം കഴിഞ്ഞിരിക്കുന്നു. ചെറുപ്പുസ്തകമൊക്കെ ഉണ്ട്. ഏതായാലും ആട്ടെ, ചെറുപ്പുസ്തകത്തെ ഉണർത്താനായിരിക്കും ഇനി സമയമില്ല. ചെറുപ്പുസ്തകം ഒന്ന് മൈക്കെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഉസ്താദേ. എൻ്റെ എനിക്ക് സ്വന്തമായിട്ടുള്ള ചോദ്യം ഒന്നുമില്ല. നേരത്തെ ഇവിടെ ഇങ്ങനെ KCS തങ്ങളെ പിന്നെ ഐ ഡിയിൽ വന്നിട്ടുള്ള ചോദ്യത്തിന് ഇവിടെ അറിയാൻ കഴിഞ്ഞതാണ്. ഇങ്ങനെ സ്ത്രീകളുടെ ഭർത്താവിന്റെ പേരിലേക്ക് ചേർത്തി ഭാര്യയുടെ പേര് പറയാൻ പാടില്ല എന്ന ഹദീസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. സമയം ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ചേർത്ത് പറയാൻ പാടില്ല എന്നൊരു ഹദീസ് ഉള്ളതായിട്ട് എൻ്റെ അറിവിൽ ഇല്ല. പക്ഷേ പാശ്ചാത്യരുടെ പരിഷ്കാരമാവുന്ന അവിവാഹിതകളെ മിസ്സാക്കിയിട്ടും വിവാഹിതകളെ മിസ്സാക്കിയിട്ടും ഭർത്താവിലേക്ക് ചേർത്തി പറയുക എന്ന വ്യവസ്ഥ ഇസ്ലാമിലില്ല. അവർക്ക് എപ്പോഴും സ്വന്തം കാലിൽ നിലനിൽക്കാം. അതോടുകൂടി ഒരു പുത്രിയായാലും പുത്രനായാലും പിതാവിലേക്ക് ചേർത്തി പറയുക എന്നത് അവരുടെ തറവാടിത്വത്തിന്റെ രീതി ആയതുകൊണ്ട് അത് ഇസ്ലാം അംഗീകരിക്കുന്നതുമാണ്. എന്നാൽ ഭർത്താവിലേക്ക് ചേർത്തി പറയുന്നത് പടിഞ്ഞാറിന്റെ സംസ്കാരത്തെ പിന്തുടർന്നുകൊണ്ട് അല്ലാതെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതുകൊണ്ട് തെറ്റുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. മനസ്സിലായില്ലേ? ഭർത്താവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് ഉള്ളതായി എൻ്റെ അറിവിലും ശ്രദ്ധയിലും പെട്ടിട്ടില്ല. ഇല്ല എന്ന് ഞാൻ പറയില്ല, എൻ്റെ അറിവിലും ശ്രദ്ധയിലും പെട്ടിട്ടില്ല. ഹലോ, അസ്സലാമു അലൈക്കും ഉസ്താദെ. ഞാനിന്ന് എന്റെ കമ്പനി ട്രാൻസ്ഫർ ആയ സ്ഥലത്തേക്ക് മാറുകയാണ്. അപ്പോൾ നാളെ ഉച്ചക്ക് ഇൻഷാ അല്ലാഹ് ജുബൈലിലേക്ക് മാറും. ഉസ്താദ് അന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. ഉസ്താദ് ദുആ ചെയ്യണം, അവിടെ എല്ലാ കാര്യങ്ങളും ഹൈറാവാനും. എൻ്റെ ജനുവരിയിൽ തന്നെ നാട്ടിലേക്ക് പോകണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ശരിയാവാനും എല്ലാ കാര്യത്തിനും വേണ്ടി ദുആ ചെയ്യണം. ഇനി മൈക്കിൽ വരാൻ പറ്റുമോ ഇല്ലേ ഒന്നും അറിയില്ല. റേഡിയോയിൽ സാധാരണ കേൾക്കുന്നതാണ്, എന്നാലും രാത്രിയൊക്കെ ചിലപ്പോൾ മൈക്കിൽ വരാറുണ്ട്. ഏതായാലും അവിടെ ചെന്നിട്ട് എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ ബന്ധപ്പെടാനും കാണാനും പ്രവർത്തിക്കാനും എല്ലാത്തിനും ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി തആല കൂടുതൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് തടസ്സമില്ലാതെ ക്ലാസ് റൂമിലും മറ്റും ഒക്കെ ബന്ധപ്പെടാനുള്ള സൗകര്യം അല്ലാഹു തആല കൂടുതൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഖൈറും ബറക്കത്തും ദീനിയും ദുന്യവിയുമായിട്ട് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാട്ടിലേക്കുള്ള യാത്രയും മറ്റു കാര്യങ്ങളും ഒക്കെ അല്ലാഹു തആല റാഹത്തായ നിലക്കാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പൊ വേഗം മൈക്കെടുത്തോളി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ എന്ന് പറഞ്ഞ വളരെ ഉപകാരമായിരുന്നു. ക്ലിയർ ആണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ആണ്ടല്ലേ, മാഷാ അല്ലാഹ്. ഓക്കെ. എന്റെ ചോദ്യമേ, നേരത്തെ ഒരാൾ PM അടിച്ചിരുന്നു, ഈ ഭാര്യയുടെ പേരിനോട് കൂടെ ഭർത്താവിന്റെ പേര് ചേർക്കാൻ പാടില്ല, ഭാര്യയുടെ പേര് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഭാര്യയുടെ പേര് ഉപ്പായുടെ പേരിലാണ് ചേർക്കേണ്ടത്, ഭർത്താവിന് ചേർക്കാൻ പാടില്ല, ചേർക്കുന്നവരെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു PM ഒരാൾ, അതിനൊരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊരു PM ഒരാൾ അടിച്ചിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചൊക്കെ വേണ്ടി വന്നാണ്. മറുപടി പറഞ്ഞാ
ഇൻഷാ അല്ലാഹ് മറുപടി ഞാൻ കേട്ടില്ല, ഞാൻ മൈക്ക് ക്ലിയർ ആക്കുന്നതാണ് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ചോദിച്ചു അങ്ങനെ ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ മൈക്ക് വിളിച്ചു. അസ്സലാമു അലൈക്കും. മൈക്ക് ഇപ്പൊ ക്ലിയറായി. ഉത്തരം നേരത്തെ തന്നെ പറഞ്ഞെങ്കിൽ ഇപ്പൊ മൈക്ക് ക്ലിയറായി. ചെറുപ്പുസ്താദ് ഇത് ചോദിച്ചിരുന്നു. ഇനി സമയം വളരെ ബാങ്ക് കൊടുക്കാനായി, നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് വീണ്ടും തുടർന്ന് കാണാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمن تعلقوا بنا ولجميع المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. دعاء وصية. السلام عليكم ورحمة الله وبركاته.